അസ്സലാമു അലൈക്കും. എൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വെള്ളിയാഴ്ചയല്ലേ, അപ്പോൾ ഒരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട്. അന്നേരം ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ബിരിയാണിയുടെ വീഡിയോ എല്ലാം ഒരുപാട് ഞാൻ ഇട്ടത്, എന്നാലും ഉണ്ടാക്കുന്നത് കൊണ്ട് ഒരു വീഡിയോ പിടിച്ചു. അങ്ങനെ ഒരു 1.5 കിലോ ചിക്കനൊക്കെ മഞ്ഞൾ മുളകൊക്കെ കൂട്ടി പൊരിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ബിരിയാണിക്ക് വേണ്ടി 4 ഉള്ളി വഴറ്റിയെടുത്തിട്ട് അതിന് ശേഷം 10 പച്ചമുളക്, ഒരു വലിയ കഷ്ണം ഇഞ്ചി, 3 ഇല്ലി വെളുത്തുള്ളി ചതച്ചത്, പാകത്തിന് ഉപ്പൊക്കെ ഇട്ട് വഴറ്റിയതിന് ശേഷം 4 തക്കാളി ചെറുതായി അരിഞ്ഞത്, പിന്നെ ചിക്കൻ പൊരിച്ചതിൻ്റെ എണ്ണ കുറച്ച് അതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇളക്കിയിട്ട് ഒരു 2 മിനിറ്റ് ചെറിയ തീ വെച്ചിട്ടൊന്ന് അടച്ച് വെച്ച് കൊടുത്തു. ഒരു ടേബിൾ സ്പൂണ് ചിക്കൻ മസാലപ്പൊടി, 1/4 ടേബിൾ സ്പൂണ് മഞ്ഞൾ പൊടിയൊക്കെ ഇട്ട് കൊടുത്തു. ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്തു. ഒരു ചെറുനാരങ്ങ, അങ്ങനെ മസാല റെഡി ആയതിന് ശേഷം നമ്മുടെ ചിക്കൻ പൊരിച്ചത് അതിലേക്ക് ഇട്ട് കൊടുത്തു. ഒന്ന് ഇളക്കി കൊടുത്ത് മല്ലിയിലയൊക്കെ ഇട്ട് കൊടുത്ത്, അപ്പോൾ നമ്മുടെ ടേസ്റ്റുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം. ഒരുപാട് പുതിയ കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ട്. എല്ലാവരോടും ഒരുപാട് സന്തോഷം, ഒരുപാട് നന്ദിയുണ്ട്. ഇനി ചോറുണ്ടാക്കാൻ വേണ്ടി ഒരു ചെമ്പ് വെച്ചു. അതിലേക്ക് കുറച്ച് ഓയിലും കുറച്ച് RKG. ഇനി ഒരു ഉള്ളി പൊരിച്ചെടുക്കാം. കുറച്ച് അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും പൊരിച്ചെടുക്കാം. ഒരു കിലോ അരിയാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക. നമ്മൾ ഏത് പാത്രം അരിയാണ് എടുക്കുന്നത് അതിൻ്റെ 2 പാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഞാൻ ഈ വെള്ളം ഒഴിച്ച ആ പാത്രത്തിലാണ് അരി അളന്നത്. പാകത്തിന് ഉപ്പ്, ഒരു ചെറുനാരങ്ങ ചേർത്ത് കൊടുക്കാം. പട്ട, ഗ്രാമ്പു, ഏലക്കായി. ഇനി നമ്മുടെ അരി കഴുകി ഊറ്റിയത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അരി ഇട്ടതിന് ശേഷം ഇളക്കി ഒന്ന് അടച്ച് വെച്ച് കൊടുത്ത് ചെറിയ തീ വെച്ച് പിന്നെ വെള്ളം വറ്റിയതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇളക്കിയിട്ട് വീണ്ടും ഒന്ന് അടച്ചു വെച്ച് അതിന് ശേഷം ദമ്മിട്ട് കൊടുക്കാൻ പോവാണ്. ഒരു കയ്യിൽ ഫോണാണ്, അതാണ് വീഡിയോ ക്ലിയർ ഇല്ലാത്തത്. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം. നമ്മുടെ ബിരിയാണി ദമ്മൊക്കെ ഇട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.